ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാൻസ് മീഡിയ. ഇന്ന് നമ്മൾ പോകുന്നത് UK മിഡ്ലാൻഡ്സ് സഫാരി പാർക്കിലേക്കാണ്. അപ്പോൾ നമ്മൾ വൈൽഡ് അനിമൽസിനെയൊക്കെ കണ്ട് അതിൻ്റെ ഉള്ളിലൂടെ, കാടിൻ്റെ ഉള്ളിൽ കൂടെ അവരുടെ അടുത്ത് കൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ പോവാണ്. ഡ്രൈവ് ത്രൂ ടിക്കറ്റാണ് എടുത്തേക്കണേ നമ്മൾ. അപ്പോൾ കാണാം. അങ്ങനെ നമ്മൾ മിഡ്ലാൻഡ്സ് സഫാരി പാർക്കിലെത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും, ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ട് ഈ പാർക്ക് വിസിറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. 10:30 ആയിരുന്നു നമ്മുടെ ടൈം സ്ലോട്ട്. നമ്മൾ ടൈം സ്ലോട്ടിലാണ് വരേണ്ടത്. ഇപ്പോൾ ഇത്തിരി ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. നമ്മളത് കഴിഞ്ഞ് ടിക്കറ്റ് ചെക്ക് ചെയ്ത് അകത്തേക്ക് കയറും. പിന്നെ നമ്മൾ കാണിച്ചു തരാം എന്താണ് സംഭവം, എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്നുള്ളത്. വൈൽഡ് അനിമൽസ് എല്ലാം കാട്ടിലെ പോലെ ഇങ്ങനെ നടക്കും. നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ കാറ് ഡ്രൈവ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ത്രൂവിലേക്ക് എൻ്റർ ആകുകയാണ്. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വണ്ടികളാണ് ഫ്രണ്ടിൽ കാണുന്നത്. നമ്മളിവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് പോകും. സഫാരി അഡ്വഞ്ചർ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ അങ്ങ് എൻ്റർ ആകുകയാണ്. നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തു. നമ്മൾ സാറാക്കുട്ടനും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിൽ. സിയാൻകുട്ട വേറെ അവര് ഫ്രണ്ട്സിന്റെ കൂടെ പോയി. സീബ്രയാണോ ഫസ്റ്റ് കാണണേ? ഓക്കെ. നമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നത് ആഫ്രിക്കൻ പ്ലെയിൻസ്. നോ ഫീഡിങ് ജിറാഫ്. താങ്ക് യു. ഓടി ഓടി പോയി. ലെഫ്റ്റ് സൈഡിലുണ്ട്, ഫ്രണ്ടിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇങ്ങോട്ടായി ഓടി പോകുന്നു. നമ്മുടെ അടുത്തേക്ക് ഓടി വരുമോ? വന്നിട്ട് പോണ്. ഇത് ഇത്ര സ്പീഡിൽ പോണ സംഭവമായിരുന്നല്ലേ? ഓടിയത് കണ്ടായിരുന്നു ആദ്യം. ഇങ്ങോട്ട് വന്നില്ലല്ലോ നമ്മുടെ അടുത്തേക്ക്. തിരിച്ചു വരുമ്പോ നമ്മള് ചുറ്റി അപ്പുറത്തെ സൈഡിലേക്ക് തന്നെ വരും. 2 മണിക്കൂറല്ലേ? 2 മണിക്കൂറാണ് ഇവര് സമയം പറയണത്. ഏകദേശം 2 മണിക്കൂർ എടുക്കും ഇത് മൊത്തം ഒന്ന് കവർ ചെയ്ത് വരാനായിട്ട്. സംഭവം എന്നറിയോ, ഇവർക്ക് ഇങ്ങനെ ഫുഡ് ഐറ്റംസ് കിട്ടും. അപ്പൊ അത് കാരണം അവരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ കണ്ണിവിടെയാ, ഒന്നുമില്ലടാ. നമുക്ക് എന്തായാലും ഗ്ലാസ് താത്തണം. ഗ്ലാസ് താത്തരുതെന്ന് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസിനകത്ത് ഉണ്ട്. പക്ഷെ നമ്മുടെ കുഞ്ഞു ആവയുണ്ട്, സാറക്കുട്ടൻ 3 മാസം കഴിഞ്ഞ പഴത്തിന്റെ തൊണ്ട്. പിന്നെ പോയി പണി വാങ്ങാൻ പറഞ്ഞാൽ അത് തിരിച്ചു പോയി. പഴത്തൊലി ഒന്നും കഴിക്കണ്ട. പഴത്തൊലി കൊടുത്ത് ഇൻസൾട്ടിങ് കഴിക്കുന്നു. ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ ലൈഫിൽ ഒരിക്കലും വിചാരിക്കാത്ത കാര്യം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മൃഗങ്ങളും നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല സെറ്റ് ആയിട്ടാട്ടോ നിക്കണത്. താത്തീതല്ല, അത് ഞാൻ ആ ഗ്ലാസ് വെള്ളം കളയാൻ. എന്ത് നല്ല നല്ല മുഴുത്ത സംഭവം. അതെ, ലെഫ്റ്റ് സൈഡിൽ നിൽക്കുക വേറെ ആള്. ഹലോ. ഒരു ഇടി കിട്ടിയാ തീർന്നു എല്ലാം. ചേച്ചി ശാമിലിയുടെ വക പഴുത്തൊലി ഉണ്ടായിരുന്നു എല്ലാവർക്കും. കുറച്ചു ദിവസമായിട്ട് വീട്ടിൽ പഴം കഴിച്ചേന്ന് തോന്നുന്നു. തൊലി സെറ്റ് ചെയ്ത് വെച്ചേക്ക് പറഞ്ഞു. ആ കൊമ്പങ്ങാൻ എടുക്കുമ്പോ ക്ലാസ്സിട്ട് കൊണ്ടിട്ട് ക്ലാസ് പൊട്ടിപ്പോയി. ജിറാഫിന് തീറ്റ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. കഴുത്തിട്ട് ചിലപ്പോ എന്തെങ്കിലും ഇഷ്യൂ കണ്ടില്ലേ? എത്ര എണ്ണാന്ന് നോക്കിയോ നമ്മള് കറങ്ങിയ ജിറാഫിന്റെ ആ കൂടിന്റെ ഫ്രണ്ടിലോട്ട് തന്നെ ചെല്ലും. ഇത് മാനല്ലേ? അല്ല, ഞാൻ അന്നേരം പറയാൻ വന്ന ജിറാഫ്, നമ്മൾ ലണ്ടൻ സൂയിൽ പോയപ്പോ 2 or 3 ജിറാഫിനെ ആകെ കണ്ടത്. ഇവിടെ എത്ര എണ്ണമായിരുന്നു? ആന അപ്പുറത്തുണ്ട് കേട്ടോ. ആന നമുക്കൊരു വിലയില്ല. ഹലോ, എന്താ നോക്കുന്നേ? വൂളുണ്ട്, വൂള്. മാൻ അവരുടെ വണ്ടിയിലേക്ക് പോവാണ്. എന്തോ കഴിക്കുകയാണ്.
അപ്പൊ നമ്മൾ ആദ്യം കയറിയത് ആഫ്രിക്കൻ പ്ലെയിൻ സോൺ അങ്ങനെ പറഞ്ഞൊരു സെക്ടർ ആയിരുന്നു അല്ല, ഒരു സെക്ഷനിലേക്കാണ് കയറിയത്. പല ഇതായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തു. അന്നേരം നമ്മള് സീബ്രേനെ കണ്ടു, അവിടെ ആന്റിലോപ്പ് വിഭാഗത്തിൽപ്പെട്ട കുറെ മൃഗങ്ങളെ കണ്ടു. ഹിപ്പോപ്പൊട്ടാമസ്, ജിറാഫിന്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ കറങ്ങി വരും. അത് ആഫ്രിക്കൻ ജിറാഫ് ആഫ്രിക്കൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നമ്മൾ ആഫ്രിക്കൻ വിഭാഗത്തിൽ പോയിക്കൊണ്ടിരിക്കുക. കാർണിവോർ ബൈപ്പാസ് എന്ന് എഴുതിയേക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുന്ന ഇതിലെ സിംഹം സഞ്ചരിക്കാനുള്ള റൂട്ടാണ്. പക്ഷെ ഒരെണ്ണം പോലും നമ്മൾ ഈ റൂട്ടിൽ കാണുന്നില്ല. നമുക്ക് ബൈപ്പാസ് ചെയ്യണ്ടല്ലോ. നമ്മളിപ്പോ എങ്ങോട്ട് പോകണ്ടേ? നമുക്ക് ഇങ്ങോട്ടല്ലേ പോകണ്ടേ? അപ്പൊ പിന്നെയാണോ നമ്മൾ അങ്ങോട്ട് പോണേ? ഓക്കെ, നമുക്ക് ബൈപ്പാസ് ചെയ്യണ്ട. അത് ബൈപ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റാനെ ഇതിനൊക്കെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് പോകും. ബൈപ്പാസ് ചെയ്യരുതല്ലോ. ബൈപ്പാസ് ചെയ്യുന്ന വെച്ചാൽ ഒഴിവാക്കി പോകും. അതില് നമ്മൾ തിരിഞ്ഞായിരുന്നെങ്കിൽ അബദ്ധം പറ്റിയേനെ. നമുക്ക് അതൊന്നും ഞാൻ വിചാരിച്ച അവര് അതിലെ ചീറ്റയൊക്കെ അതിലെ നടന്നു. അല്ല, ചീറ്റയൊക്കെ ബൈപ്പാസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കി പോകാന്നല്ലേ അർത്ഥം. അയ്യോ, ഇപ്പൊ മണ്ടത്തരം പറ്റിയ നമ്മുടെ എറണാകുളം ബൈപ്പാസ് ഒക്കെ ഇല്ലേ, ഞങ്ങൾക്ക് തോന്നണത് ഇതിനിങ്ങനെ ഇതുപോലെ കൂട്ടിലിട്ടേക്കുവാണ്. മറ്റേതുങ്ങളെ വന്ന പോലെ അടുത്തേക്കൂടെ വരാനുള്ളൊരു സാധ്യത വളരെ കുറവാണെന്നാണ് ഇപ്പൊ ഉള്ള ഒരു കണക്കൂട്ടല്. അല്ല, അത് മനുഷ്യനെ അറ്റാക്ക് ചെയ്യൂലോ. അത് ശരിയാണ്. പക്ഷെ സ്റ്റിൽ എനിക്കൊക്കെ നല്ല ചോരയുടെ മണമുള്ള ആളാണ്. സോറി, സെൽഫ് ഗോളായി പോയി. ഇതിന്റെ ഉള്ളില് സിംഹത്തിന് കയറി കിടക്കാനുള്ള സിംഹത്തിന്റെ മടയാണ്. സിംഹത്തിന്റെ മട നിങ്ങൾ തന്നെ ഇടയ്ക്ക് ഒന്ന് ഓർപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഈ കാഴ്ച കണ്ട് മുമ്പിലുള്ള വണ്ടിയുടെ പുറകിൽ പോയിരിക്കും. അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാര്യം പറയട്ടെ, ഇവിടെ സിംഹം എന്തായാലും ഇല്ല. ഈ ഉണ്ടെങ്കിൽ മാൻ ഇവിടെ നിൽക്കുവോ? അതിനെ പിടിച്ച് പണ്ടേ തട്ടിയല്ലായിരുന്നു. അവർ രണ്ടുപേരും ഒരു കൂട്ടിൽ എന്തായാലും എടുത്തില്ലല്ലോ. അതെന്താ സിംഹം ചോദിക്കുന്ന ഓർത്താ? അവസാനമായിട്ട് ചോക്ലേറ്റും കൂടെ ഫുള്ള് കഴിച്ചിട്ട് പെയിന്റഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പെയിന്റഡ് ഡോഗ് വാട്ട്? ഇതെല്ലാം പട്ടികളുടെ വിഭാഗത്തിൽപ്പെട്ട, അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നത് ചെന്നായ, പട്ടി, പെയിന്റഡ് ഡോഗ്. നമ്മൾ ആ ക്യൂ വലിയ ലോങ് ക്യൂ നമ്മൾ ചെറിയ ക്യൂവിലേക്ക് മാറിയിരിക്കുകയാണ്. എങ്ങനെയാവും ഞങ്ങൾ ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനി വണ്ടി കയറ്റി വിടണമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പക്ഷെ ഞങ്ങൾക്ക് സിംഹത്തിന് ചീറ്റാനൊന്നും കാണാൻ പറ്റൂല. കാണാൻ വേണ്ടി ആയിരിക്കും പോണത്. കാണാൻ പറ്റേ ഇത് തുടങ്ങിയല്ലേ ഉള്ളൂ. ആഫ്രിക്കൻ വൈൽഡ് ഡോഗിനെയാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം കാർണിവോറസ് വിഭാഗത്തിൽപ്പെട്ട. അപ്പം ഓരോ ഇനി എനിക്ക് തോന്നുന്ന പോകുന്തോറും അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും അത് ഇത് ഇതത് എന്ന് പറഞ്ഞു. ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ്, ഇത് ഫുൾ ഡേഞ്ചറസ്. എല്ലാം ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആഫ്രിക്കൻ പട്ടികളാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. ആണ് നമ്മുടെ ആഫ്രിക്കൻ വൈൽഡ് ഡോഗ്സ് ആണ് കിടക്കുന്നത്. സൂക്ഷിച്ചോട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് ക്ലോസ് ചെയ്യണം. ഭയങ്കര മഴയായതുകൊണ്ട് നമുക്ക് ഇതിന്റെ ചില്ലയിൽ നിറച്ചിങ്ങനെ ശരിക്കും ആ മരത്തിന്റെ എന്തുവാന്നാ തോന്നുള്ളൂ. മരത്തിന്റെയും കൂടെ ബാക്കിയൊന്നും. അയ്യോ, ആ കാറ് നമ്മളുടെ നേർക്കാണ് വരുന്നേ. അടച്ചടച്ചടച്ച് ഇപ്പൊ തന്നെ പിടിച്ച് വളച്ചു. നമ്മള് കയറ്റിയപ്പോ അവൻ തിരിച്ചു പോയത്. ചീത്ത പറയുമ്പോഴാണോ? നല്ല കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ടോ? നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ നമ്മള് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. നമ്മള് സംസാരിക്കണം. വീഡിയോ കോളോ ഗ്രൂപ്പ് കോൾ? 5 വണ്ടിയുണ്ട് മൊത്തം നമ്മുടെ ഗ്രൂപ്പ്. അതെ നീലോ
ഞങ്ങളുടെ വണ്ടി തിങ്ങി. കുറച്ച് പേര് ഗേറ്റിന്റെ അപ്പുറത്തും ഞങ്ങൾ 2 പേര് ഗേറ്റിന്റെ ഉള്ളിലും ആയിപ്പോയി. ഞങ്ങൾ 2 കാറ്. സിംഹത്തിന്റെ സ്ഥലമായതുകൊണ്ടായിരിക്കും അല്ലേ സിംഹത്തിന്റെ ഷേപ്പില് പാറ കൊത്തി വെച്ചേക്കണം. എനിക്ക് തോന്നണേ സിംഹം ആണ് അടുത്തതെന്നുള്ളതിന്റെ സൂചന അത്. കറക്റ്റ് ആട്ടോ. കീപ് ഡോർസ് വിൻഡോസ് ലോക്ക്ഡ്. എന്താ കാര്യം കൂടെ സൂം ചെയ്താൽ പോലും നമ്മള് വാണിങ്. പാമ്പുണ്ടെന്ന് വാണിങ് കണ്ടോ? അതെല്ലാ ബോർഡിലും ഉണ്ട് പാമ്പിന്റെ ചിത്രം. കഷ്ടം. എവിടെ സിംഹം? ഈ ചെടിയുടെ അപ്പുറത്തുണ്ട് പുള്ളി. ശരിക്കും ഉണ്ടോ? എന്തോ ഒരു സാധനം അവിടെ ഉണ്ട്. സിംഹം സിംഹല്ലേ? ആ അയ്യോ പെണ്ണ് സിംഹം. അയ്യോ അത് ഇങ്ങോട്ട് വരും നമ്മുടെ അടുത്തേക്ക്. ഉല്ലാത്തുകയാണ്. അത് കാണുന്നില്ല നമ്മളെ. അവരിങ്ങ് വരുമൊന്നുമില്ല. ഓടി വന്നാലും അടയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് നമുക്ക്. അത്രയും മേടിക്കാനല്ല. രാജാവ് ഒരു സിംഹത്തിനെ കാണാതെ അതാ സിംഹത്തിന്റെ ആ പ്രതിമയുടെ മേളിൽ വന്ന് നിൽക്കണം. സെറ്റപ്പ് ആയോ മറ്റേ മാർവൽസിന്റെ പടം കറക്റ്റ് അവിടെ തന്നെ പൊസിഷൻ. ഇതെന്ത് പെൺസിംഹമാണോ ആൺസിംഹമാണോ? അപ്പൊ നിങ്ങൾ പറയണ ആയിരിക്കണ പുള്ളി ആണല്ലാന്നാണോ? അതിന്റെ ഇരിപ്പ് കണ്ട അതിന്റെ ആ ഒരു പ്രൗഡിയും ലുക്കും കണ്ടറിയാൻ പാടില്ല അത് ആൺസിംഹാന്ന്. അത് ഇന്ന് രാവിലെ ഷേവ് ചെയ്തായിരുന്നു. ചുമ്മാ ഇങ്ങോട്ട് പാടാൻ പോലെ ഇങ്ങോട്ട് പാടാം. ഇതുപോലെ വീതിക്ക് നടക്കുന്ന ആദ്യമായിട്ട് കാണുന്നു. നമ്മള് പോയാൽ പോലും നമ്മളിങ്ങനെ ഇത്രയും അടുത്ത സിംഹത്തിന് കാണാറില്ല. ആ കാറ് ക്രോസ് ചെയ്ത് വണ്ടി എടുക്ക ഫ്രണ്ടിലത്തെ വണ്ടി പോയി. അല്ലെ നമ്മള് സൂവിലൊക്കെ പോയാലും നമ്മള് സൂവിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും സിംഹം മടയുടെ ഉള്ളിൽ കയറി കിടന്ന് ഉറങ്ങണതോ എവിടെയെങ്കിലൊക്കെ പാലും തുമ്പ് കാണാറുള്ളൂ. ഇതുപോലെ കാണാറില്ല ആദ്യമായിട്ടാ. അതെന്താ എല്ലായിരുന്നു അത്? എന്ത് വലിയതാ ഇതുങ്ങള്. വീഡിയോ കണ്ട ഇത്ര. അയ്യോ അയ്യോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുങ്ങി. മഴത്തുള്ളിയാണല്ലോ പ്രശ്നം. മഴത്തുള്ളി ഒരു പ്രശ്നമാണല്ലോ. എന്നാ ചേച്ചി ക്ലോസ് ചെയ്യാ നമുക്ക്. നീ എന്റെ മുഖത്തുകൂടെ ഇവിടെ കൈ ഇങ്ങനെ വെച്ച് പിടിച്ചോ, കുഴപ്പമില്ല. ഓടി വന്നോ? അല്ല ദേ ഇതൊക്കെയല്ലേ ആണ്. 2 പേരുണ്ട് ആണുങ്ങള്. ഓ താടിന്ന് പറഞ്ഞെങ്കിൽ ഇത്രയും വലിയ താടിയാന്ന് വിചാരിക്കുമല്ലോ. ജനിച്ചിട്ട് ഷേവ് ചെയ്തിട്ടില്ല. ഗാർഡ്സ് ഉണ്ട്. സിംഹങ്ങള് തമ്മിൽ കടിപിടി കൂടുക. അത് ബ്ലോക്ക് ചെയ്യാനാണ് ആ വണ്ടി എടുത്ത്. അതെന്താ നമ്മളോട് കീപ് ക്ലോസ് ദ വിൻഡോ എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു നമ്മളോടാണോ? നമ്മളോടാണ്. കാത്തില്ല. അത്ര എടുത്ത് നിന്നിട്ട് കാത്താൻ പറ്റും. ഭയങ്കര മഴ ഇവിടെ എത്തിയപ്പോ കറക്റ്റ് സിംഹത്തിനെ കാണാൻ വന്നപ്പോ മഴ കൂടി. ആഫ്രിക്കൻ ലയണാണ് നമ്മൾ കണ്ടത്. അതാണ് ആ ആൺസിംഹത്തിന് അത്രയും സട. ഓക്കെ ഭയങ്കര വലുതും. കിടന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ വന്നപ്പോൾ മഴ കൂടി. അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം. കിടക്കണേ. ഇവിടെ എന്തോ സംഭവം കിട്ടിയിട്ടുണ്ടല്ലോ. ആണല്ലേ? ഇവിടെ ഇപ്പൊ ഒരു ഗേറ്റ് കഴിഞ്ഞ് അടുത്ത വൈറ്റ് ലൈനെ കാണാൻ പോവാണ്. അപ്പൊ ഈ ഗേറ്റ് തുറന്നു വേണം നമ്മള് വൈറ്റ് ലൈനെ കാണാൻ പോവാൻ. ഇപ്പൊ കണ്ടത് ആഫ്രിക്കൻ ലൈൻ. ഇത് ആഫ്രിക്കൻ തന്നെയാണ്, പക്ഷെ വൈറ്റ് ആണ്. ആഫ്രിക്കൻ വൈറ്റ് ലൈൻ ഈ പുറകിലാ. ഇതാണ് ആഫ്രിക്കൻ ലൈൻ. അമൽ ചേച്ചി പുറകില് ആഫ്രിക്കൻ വൈറ്റ് ലൈൻ. നമ്മൾ മൈൻഡ് പോലും ചെയ്യണില്ല. പെണ്ണാണ്. അങ്ങോട്ടാണ്ടോ? ഇപ്പൊ എനിക്ക് ഞാൻ ശരിക്കും പ്രതിയാന്ന് വിചാരിച്ചേ. ഫോക്സ് ആണ്. കുഞ്ഞി ഫോക്സ്.
കുഞ്ഞു ഫോക്സ് ഒന്ന് നോക്കിയടാ. എനിക്ക് എത്ര കണ്ടിട്ടുള്ള വൈൽഡ് ഏഷ്യയിലേക്ക് നമ്മൾ അപ്പൊ നമ്മുടെ ആഫ്രിക്കൻ റീജിയൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് സക്സസ്ഫുള്ളി. നമ്മള് വൈൽഡ് ഏഷ്യ, ഇനി നമ്മൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ആനിമൽസിനെ കാണാൻ പോവുകയാണ്. അവിടെ മാനുകൾ നിൽക്കണുണ്ട്. ആരും നമ്മുടെ ഫ്രണ്ടിൽ, ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിലായോ? ഏറ്റവും ഫ്രണ്ടിലായി. നമുക്ക് കുറച്ച് ബ്ലോക്ക് ഉണ്ടാക്കിയാലോ എന്നാ. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്ത് രസാ ക്ലാസ് ഇല്ലാത്ത ജീവിതം. ഹായ്, വരല്ലേ വരല്ലേ. ഹലോ, ഇതെന്താ ഇതിന്റെ പേര്? എന്താ പേര് നിന്റെ? നിന്നെ എന്തെന്നാ അറിയപ്പെടുന്നതെന്ന് അറിയാവോ? എന്താണോ കൊള്ളാം. അതുകൊണ്ട് മേഖലയിട്ട് വന്നിട്ട് ആകെ കണ്ടത് മറ്റേ നമ്മുടെ പക്ഷേ ഒരു കൂട് അതിച്ചിരി മുമ്പ് കണ്ട മാനാണ്. അതെ, കലമാൻ. ഇതാണോ കലമാൻ? കലയുള്ള മാൻ. കല എന്താ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അങ്ങനെയൊക്കെ ചോദിക്കാമോ? രസാട്ടോ, മൃഗങ്ങളില്ലെങ്കിലും കാണാനും ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലങ്ങള്. എന്താടാ നിന്റെ പേര്? വൈഡായിട്ട് പോവാം. ഡക്കിന്റെ ഒരു വിഭാഗത്തിൽ പേരൊന്ന് കറക്റ്റ് അറിയാൻ പാടില്ല. ഇവർക്കൊക്കെ എന്തോ പേരൊക്കെ ഉണ്ട്. നമ്മളാണിപ്പോ ജാഥ നയിക്കുന്നവര്. നമ്മുടെ വണ്ടിയുടെ പുറകെ മറ്റു കുറെ വണ്ടികൾ. അതാണ് സംഭവിച്ചത്. താഴേക്ക് എന്താ അയ്യോ, വെറുതെ ഞാൻ വീഡിയോ ആയിട്ട് ഇങ്ങോട്ട്. ഒട്ടകൊന്നുമല്ല, തണുപ്പ് കാരണം അതിന്റെ ഇതിന്ന് ഇത് പോണുണ്ടോ? നാമെന്ന് പറഞ്ഞ സാധനമാണ് എന്റെ. ഇത് പുക വലിച്ചു വിടണ പോലെ, സിഗരറ്റ് വലിക്കുന്ന പോലെ ഉണ്ട്. തണുപ്പ് കാരണം അവന്റെ ബോഡി ടെമ്പറേച്ചർ ഇപ്പം പോകും. എല്ലാം കൂടെ കൂട്ടം കൂടി സുഖമായിട്ട് പോകും. കറക്റ്റ് ആയിട്ടിരിക്കുക കേട്ടോ. ഏഷ്യയില് നമ്മുടെ കാണുന്ന സാധനമാണ്. ഇതെന്താ സംഭവം ആക്ച്വലി? അപ്പൊ ഏഷ്യയില് ലാമ ഉണ്ടോ? അപ്പൊ ആർക്കറിയാം ഇതെന്താ സംഭവം? കമന്റ് ചെയ്യൂ. നല്ല അടിപൊളി, നല്ല വൃത്തിയുള്ള രണ്ട് തൊഴുത്ത് കണ്ടില്ലേ? പശു തന്നെ. പശുവാണത്. അയ്യോ, നമ്മുടെ പശു ഗോമാത. ഇറങ്ങണ്ടോ? ഇതാരെ പാവൂരാണ് തന്നെ നിങ്ങള്? അച്ചടയൊന്നുമല്ല, അവിടെ തന്നെ നിന്ന് താങ്ങിന് പുല്ല് ആർക്കും കൊടുക്കാണ്ട്. നമ്മുടെ വീട്ടിലത്തെ കുറുമ്പി പശുവിനെ പോലെ ഇല്ലേ? ആ ഉണ്ട്, ശരിയാ. നമ്മുടെ വീട്ടിലത്തെ പശുവിന്റെ വീട്ടിലത്തെ ആഫ്രിക്കൻ ആനയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ കൊണ്ടിട്ടേക്കണേ. ആഫ്രിക്കൻ ആനയത്. എന്റെ ചെവിയുണ്ടോ? ചെവി ലെഫ്റ്റ് സൈഡ്. അതാ ചെവി ഇങ്ങനെ പുറകോട്ട് വെച്ചേക്കും. അത് ചെവി ഒന്ന് വിരിച്ചാല് കറക്റ്റ് ആയിട്ട്. അത് ആഫ്രിക്കൻ ആനയാന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അതാണത് ഞാൻ പറയണം. മോഴയാന്ന് തോന്നുന്നു. മോഴ ചെറിയ കൊമ്പല്ലേ ഉള്ളൂ, അങ്ങനെ എന്തോ പറയൂലേ? അതിന് ഭയങ്കര അതൊന്നും വിരിക്കാത്തതിനാ, മഴയായതുകൊണ്ടാണോ? ചെവി ശരിക്കും ആഫ്രിക്കൻ ആനയുടെ ചെവി പോലെ തന്നെ. പക്ഷേ ഏഷ്യൻ ലോലാൻഡ്സ് എന്നാണ് പറഞ്ഞേക്കണേ. ഏഷ്യൻ പിടിയാനയ്ക്ക് ആഫ്രിക്കൻ ആനയിലുണ്ടായ സാധനം. ഇപ്പൊ സമാധാനായി. അറ്റാക്ക് ചെയ്തല്ല, അത് ഇത് ചെയ്താ. ഇവിടത്തെ സാലറി കിട്ടിയിട്ടില്ല, വണ്ടി അടഞ്ഞ. തന്നെ ഇവിടെ റിസോർട്ടില്ലേ? ഇതാണ് റിസോർട്ട് ലെഫ്റ്റ് സൈഡില്. ഇവിടെ നമുക്ക് താമസിച്ചോണ്ട് ജിറാഫിനെ കാണാം. രാവിലെ എണീക്കുമ്പോ ജിറാഫ് വന്ന് തട്ടി എണീപ്പിക്കും. കണ്ണ് തുറക്കുമ്പോ ജനലിക്ക് ജിറാഫിന്റെ തല.
ഒരാൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. മഴ കാരണം പുള്ളിക്കാൻ കൊണ്ട് വരാനൊരു ബുദ്ധിമുട്ട്. ഇവിടെ വാടം പോലെ എന്താ നമ്മളെ ഒന്നും വേണ്ട അവർക്ക്. ജിറാഫിന് പോലും വേണ്ടെന്ന്. ജിറാഫ് എങ്ങോട്ടായി പോകുന്നേ? അവര് വാലന്റൈൻസ് ഡേ ഇന്ന് ഒരു ദിവസം മുന്നേ നമ്മള് ഡിനോസറിനെ കാണാം. ഓ നമ്മളിനി ആഫ്രിക്കൻ വില്ലേജ് കാർ പാർക്ക് എക്സിറ്റ്. അല്ല ഒന്നും കാണാനില്ലാത്ത സത്യമല്ല. നമുക്കിനി മറ്റേ അല്ല അത് നമ്മുടെ എന്താ പറയണ വൈൽഡ് അനിമൽസുമായിട്ടുള്ള നമ്മളുടെ യുദ്ധമാണ് കഴിഞ്ഞേക്കണം. ഇനി ബാക്കിയുള്ള സംഭവങ്ങളുണ്ട്. നമ്മളിവിടുത്തെ അഡ്വഞ്ചർ ട്രിപ്പിന് വേണ്ടിയിട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ എന്തോ ഒരു എന്താ പറയുക ഒരു വാക്ക് ത്രൂ പോലെ നമ്മളിനി നടന്ന് കാണേണ്ട സംഭവങ്ങളാണ് ഇതിനകത്ത്. പിന്നെ ഒരുപാട് അമ്യൂസ്മെൻറ്റ് പാർക്കും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങൾ നോക്കട്ടെ. ഇതാണ് നമ്മുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് സംഭവം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവരും നമ്മുടെ എൻറ്റയർ ടീമാണ്. സാറാക്കുട്ടനുണ്ട്, പെൻകിൻസ് ആണ് അവിടെയുള്ളത്. പെൻകിൻ കോ. ഇവിടെ ഒരു ടാറ്റുവിൻ്റെ ഷോപ്പുണ്ട്. നമ്മൾ 3.50 പൗണ്ടിൽ കൊടുത്താൽ ടാറ്റു അടിച്ച് തരും. പിന്നെ ഐസ് ഏജ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ പതിവ് കാഴ്ചകളാണ്. യു കെയിലൊക്കെയുള്ള ഏത് സംഭവത്തിനും ആയാലും നമുക്ക് ഇതുപോലത്തെ കുറേ ഗെയിമുകൾ കാണാം. നമ്മൾ ഒരു ബോളിന് എത്രയാണ് 3 പൗണ്ട്, 4 ബോളിന് 10 പൗണ്ട് കൊടുത്താൽ 4 ബോൾ കിട്ടും. കറക്റ്റായിട്ട് ബാസ്ക്കറ്റിൽ എറിഞ്ഞ് ഇഷ്ടമുള്ളൊരു പാവേനെ നമുക്ക് സമ്മാനമായിട്ട് എടുക്കാം. ആണ് ഈ സംഭവം. നമ്മളിപ്പോൾ എന്തായാലും ഐസ് ഏജിനകത്തേക്ക് കയറണം. ഐസ് ഏജ് ഇതെന്താ ബാലരമ കേവോ? താഴെ തീയായിരുന്നു. യെല്ലോ, ഗ്രീൻ, ബ്ലൂ. 5 ഐസ് ഏജിൽ അങ്ങനെ ഒരുപാടൊന്നും കാണാനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് റെപ്റ്റൈൽ ഹൗസിലേക്കായിരുന്നു. അവിടെ ഒത്തിരി നല്ല കാഴ്ചകളുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അനക്കോണ്ടേനെയൊക്കെ നേരിട്ട് കാണുന്നത് കേട്ടോ. അതുപോലെ പൈത്തൺ, പെരുമ്പാമ്പ്. ഭയങ്കര രസമായിരുന്നു. പേടിയും അതുപോലെ അത്ഭുതവും തോന്നി അതൊക്കെ കണ്ടപ്പോൾ. കുറേ ഫൺ ആക്ടിവിറ്റീസും അഡ്വഞ്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. 1-2 ബോട്ടിലൊക്കെ ഞങ്ങൾ കയറിയായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ പിടിക്കാൻ വേണ്ടി പറ്റിയില്ല. എൻജോയ് ചെയ്തു. പിന്നീട് നമ്മൾ ഓൾറെഡി ഈ പ്ലേ ആൻഡ് വിൻ എന്ന് പറയുന്ന അതിലെത്തി. 2-3 പേരെല്ലാം ട്രൈ ചെയ്തു. അതായത് നമ്മൾ 10 പൗണ്ട് കൊടുത്തിട്ട് 5 ബോൾ കിട്ടും. ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഞാനും ഒരെണ്ണം ഇട്ട് നോക്കി, കിട്ടിയില്ല. ലാസ്റ്റ് ബിൻസ് ചേച്ചി ഇട്ടപ്പോഴാണ് വീണത്. അത് കാരണം ഭാഗ്യത്തിന് പിള്ളേരെ രക്ഷപ്പെടുത്തി. ഞങ്ങൾ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു 3-4 ടോയ്സ് അങ്ങനെ കിട്ടി. അപ്പോൾ എല്ലാ പിള്ളേരും ഹാപ്പിയായി സത്യത്തിൽ. പാർക്കിലെ വിശേഷങ്ങൾ ഇത്രയാണ് ഉള്ളത്. മറ്റു വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.